എടാ അപ്പോൾ എൻ്റെ 5 കട കൊള്ളിയും ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കിഴങ്ങ് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും ഏത് രീതിയിലുള്ള കിഴങ്ങുകളാണ് ആയിട്ടുള്ളതെന്ന്. ചെറുതുണ്ട്, ഏറ്റവും ചെറിയ സാധനമുണ്ട്, ഏറ്റവും വലിയ കിഴങ്ങുകളുണ്ട്. അങ്ങനെ ഓരോ കടയിൽ നിന്നും നമുക്ക് ചുരുങ്ങിയത് ഇപ്പോൾ എൻ്റെ ലാസാണ് ഇവിടെ ഒരു പോരായ്മ ഉള്ളത്. അതിൽ തൂക്കം പിടിച്ച് കാണിക്കാൻ എനിക്ക് പറയാൻ പറ്റുന്നില്ല. അത് അത്ര ഒരു പോരായ്മയാണ് കേട്ടോ. അത് നമുക്ക് സെറ്റപ്പ് ചെയ്ത് നോക്കാം. ഇതുണ്ട്, ഇത് വേറെ കടയാണ്, അതിൻ്റെ പകുതി മണ്ണിൽ കിടക്കണം. പിന്നെ അത് തന്നെയല്ലേ ഇടാ, നമ്മുടെ പറമ്പിൽ നമുക്ക് ഇപ്പോൾ കണ്ടമാന സ്ഥലമൊന്നും വേണമെന്നില്ല. നമ്മൾ ചെയ്യണതിൻ്റെ കൃഷി ചെയ്യണതിൻ്റെ ഇടയിൽ ഒരു കട കുത്താൻ പറ്റണമെങ്കിൽ ഒരു കട. ഇപ്പോൾ നോക്കി ആ വാഴര അവിടെ ഞാനൊരു കട കുത്തി വെച്ചിട്ടുണ്ട്. അത് വേറെ 6 മാസക്കുള്ളി അതാണ്. പിന്നെ നോക്കിയത് ഇവിടെ എടാ എൻ്റെ ഈ ബാക്കിൽ നിൽക്കുന്നതും കൊള്ളി തന്നെയാണ്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വലിയ ഇതായിട്ട് മാർക്കറ്റിംഗ് ഉദ്ദേശിച്ചിട്ടല്ല നമ്മൾ ചെയ്യുന്നത്. ഞാനിപ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്, നമുക്ക് വീട്ടിൽ നമ്മുടെ മക്കൾക്കും നമുക്കും ഒരെണ്ണം പറിക്കുക, കറി വയ്ക്കുക, അല്ലെങ്കിൽ ആയതുകൊണ്ട് ഇപ്പോൾ കൊള്ളി മാത്രമല്ല പലതരം ഇതുണ്ടാക്കാൻ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ വീട്ടാവശ്യത്തിന് വേണ്ടി ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വലിയ ഇതില്ലാണ്ട് ഒരു തല കുത്താൻ പറ്റുള്ളൊരു ഗ്യാപ്പാണെങ്കിൽ അവിടെ കുത്തിക്കോ. എന്നിട്ട് കുറച്ച് മണ്ണ് നിങ്ങൾക്ക് സൗകര്യം പോലെ കുറച്ച് ചാരിട്ട് കൊടുത്ത് മണ്ണ് ഇങ്ങനെ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ഇതേമാതിരി തന്നെയായി വരും. പൂക്കാവിടി പോലത്തെ കൊള്ളി നിങ്ങൾ കണ്ടണ്ട. കൊള്ളി എന്നും പറയാം, കപ്പ എന്നും പറയാം, മരച്ചിനെന്നും പറയാം. ഇതൊന്നും നോക്കി, ഇത് മേലെ വിരിഞ്ഞ് നിൽക്കണ അത് നോക്കി. ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഹൈറ്റും കൂടി ഒന്ന് നോക്കിട്ടോ. പിന്നെ ഇതിൻ്റെ മൂപ്പ് ആയിട്ടില്ല, പക്ഷേ കപ്പയൊക്കെ ആയിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് പറിക്കാം. ഇതാണ്ട ഇവിടെ ഇതിൻ്റെ താഴത്തൊക്കെ അതിൻ്റെ വിണ്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെ ലക്ഷണങ്ങളാണ്, പണ്ടത്തെ കാരണന്മാർ പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ്. അപ്പം വികസിക്കുമ്പോഴാണല്ലോ മണ്ണ് ഇതാവുക. അപ്പോൾ അങ്ങനെ കപ്പകളായിട്ടുണ്ട്, പക്ഷേ തണ്ട് മൂത്തിട്ടില്ല. പിന്നെ അതും തന്നെയല്ല, ഇതിൻ്റെ ഏറ്റവും ഹൈറ്റിൽ നമുക്ക് പൂവും കായൊക്കെ വരും. അപ്പോൾ അതിന് ശേഷമൊക്കെയാണ് നമ്മൾ പറിക്കാറ്. അപ്പോൾ അതിന് ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കണം കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് ആയതിന് ശേഷം വേണം നമുക്കിതിനെ പറിക്കാനായിട്ട്. ഈ കൊള്ളിയാണ് നമ്മൾ പറിക്കാൻ പോകുന്നത്. പിന്നെ ഇതിൻ്റെ കൊള്ളിയുടെ തണ്ടിൻ്റെ കനം കണ്ടോ? സാധാരണ കൊള്ളിയേക്കാളൊക്കെ നല്ല വലിപ്പത്തിലും നല്ല തടിയിലും വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഹൈറ്റ് നോക്കിയാൽ എന്താ നിൽക്കണം നോക്കി. പിന്നെ ഇപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേനൽക്കാലം ഇപ്പോൾ ഒരു മഴ വന്നു, കാറ്റും മഴയും വന്നപ്പോൾ ചെറുതായിട്ടൊന്ന് അങ്ങോട്ട് ചാഞ്ഞിട്ടുണ്ട്. പിന്നെ അതും തന്നെയല്ലേ ഇവിടെ ഇതാണ്ട കിഴങ്ങൊക്കെ ഉള്ള മാതിരി തോന്നുന്നുണ്ട്. ഇത് അടർന്നു കഴിഞ്ഞതൊക്കെ കിഴങ്ങുണ്ടാവുമെന്നാണ് തോന്നൽ. പിന്നെ ഈ കടമ ഈ ഒരു ഇവിടെ നിന്നുള്ളൊരു കൊള്ളി ഉണ്ടല്ലോ, ഇത് ഞാനിത് ഈ വഴുതിനക്ക് കുഴി ചേർത്തപ്പോൾ ഇത് ഇവിടം വരെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കുഴി താത്തിയപ്പോൾ ആ കിഴങ്ങമ്മ വെട്ട് കൊണ്ടപ്പോൾ ഞാൻ അതിൽ നിന്ന് മുറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടത്തെ ഒരു കിഴങ്ങ് ഉണ്ടാവില്ല, ബാക്കി അത്രയും ഉണ്ടെന്നുള്ളത് നമുക്ക് പറിക്കുമ്പോൾ നോക്കാം കേട്ടോ. ഈ കൊള്ളീനെ നമുക്ക് ഒറ്റയ്ക്ക് എന്തായാലും മുറിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഒരാളുടെയും കൂടി സഹായം വേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തേൽ ഇതിന് നല്ല ബലം തൂക്കം കൂടുതലുണ്ട്. പിന്നെ അതും തന്നെയല്ല, കൈ അങ്ങനെ തെറ്റി അപ്പുറത്തേക്ക് ഇപ്പുറത്ത് എൻ്റെ പച്ചക്കറികളിലെ മേത്ത് കൂടെയൊക്കെ വീഴുമ്പോൾ അതും ഒക്കെ സൂക്ഷിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. പിന്നെ ഈ കൊള്ളിക്ക് നമ്മൾ വളം കൊടുത്തിട്ടുള്ളത് വെറും ചാരം മാത്രമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെ കിഴങ്ങുണ്ടായില്ല, ചാരം വേറെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്കൊന്ന് പറിച്ചു നോക്കാം. ആദ്യം തന്നെ ഒന്ന് ഇത് വെട്ടി നോക്കാം കേട്ടോ. അതാണ് ഒരു കൊള്ളിക്കട പറിക്കണ അങ്ങനെ ഈ കാണുന്നുണ്ട്. പറിച്ച് നോക്കാം കിഴങ്ങുണ്ടോയെന്ന് അറിയില്ല. പിന്നെ തണ്ട് ഭയങ്കര ബലമായിട്ടുണ്ടായിരുന്നു, അതേമാതിരി കിഴങ്ങുണ്ടോയെന്ന് നോക്കാം കേട്ടോ. നമ്മൾ ചാരാണ്. കിഴങ്ങാണ് ഈ പോയിക്കണത്. അതിന്റെ അടിയിൽ നിന്ന് പിടിക്കണം അച്ഛാ. ഇതൊക്കെ ഇത് വിട്ടു പോന്നു, ഇത് വിട്ടു, അത് ഇനിയുണ്ട് ഇവിടെ. സുഹൃത്തുക്കൾ, നമ്മുടെ ആദ്യത്തെ കൊള്ളി കട പറിച്ചാണ് കേട്ടോ. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ ഒരെണ്ണം ഞാൻ പൊട്ടിച്ചെടുത്തെന്ന് പറഞ്ഞില്ലേ, അതിൻ്റെയാണ് ഇത് കേട്ടോ.
ഇതിൻ്റെ ഇത് ഇനി നിങ്ങളുണ്ട് പകുതി മണ്ണി കിടക്കണം. അപ്പം ഇതിൻ്റെത് നമ്മുടെ വെറും ചാരാണ് കേട്ടോ വളം. രണ്ടാമത്തെ കട വെട്ടാൻ പോണ് കേട്ടോ. ഞാനിത് ഇതിൻ്റെ പൂവും കായൊക്കെ ആയിട്ട് പറിക്കാന്ന് വിചാരിച്ചേ. അപ്പം നമുക്ക് ഇത് വെട്ടാട്ടെ ഇനി. നോക്കട്ടെ മോനെ. ആശം പിടിച്ചാലേ അത് അടുത്ത കൊള്ളിയിലെ കട കേട്ടാ. കുറെ കുഴി. ഓ ഇത് വീണ്ടും പോയിട്ടുണ്ടല്ലോ ദൈവം. നിൽക്കൊരു മിനിറ്റ്. പറിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായി. അപ്പം ഞാൻ വെള്ളം ഒഴിച്ചിട്ടാണ് എടുക്കണതൊക്കെ. നമ്മുടെ രണ്ടാമത്തെ കുട കേട്ടോ. ഇത് നമ്മുടെ മൂന്നാമത്തെ കൊള്ളി കപ്പ പറിക്കാൻ പോണ കേട്ടോ. പക്ഷെ കുറച്ച് പാടാ കേട്ടോ അത്. കാരണേ ഇത് നമുക്ക് ഒന്നാമത്തേലും മണ്ണ് ടൈറ്റ് ഇതണ്ട ആനിങ്ങിട്ട് തണ്ടല് കൂട്ടാ. അതാണ് ഒന്നാമത്തേൽ. നോക്കട്ടെ. ഇത് മൂന്നാമത്തെ കട കേട്ടോ. ആഹാ എന്തിട്ട് അവിടെ പൊട്ടവനെ അവിടെ നിൽക്കണം. ആ അടിപൊളി. കുഴപ്പമില്ല കുഴപ്പമില്ല കുഴപ്പമില്ല. അവിടെ വീടിന്റെ തറ കഴിയാറായതുകൊണ്ട് ഇത് നോക്കി നിങ്ങൾ. കഴിഞ്ഞോ? കഴിഞ്ഞിട്ടൊന്നുമില്ല ഇത്. ഇതാണ് ഇതേ പൂവ് തന്നെയാണ് ആള്. കഴിഞ്ഞിട്ടില്ലേ? ഇവിടം വരെ നിർത്താൻ. വളഞ്ഞു വളഞ്ഞു വളഞ്ഞു. കഴിഞ്ഞു. ആ എൻ്റെ ആയിട്ടാ അവസാനിപ്പിച്ചു. അവിടെ അവസാനിപ്പിച്ചു. ഇനി വേറെ സ്റ്റെപ്പുണ്ടോ നോട്ടെ. ഇത് നടക്കണമായിരുന്നു ഇത് എന്തായാലും. ഇനി ഇവിടെ ഇപ്പുറത്ത് കൊത്തി തന്നെ വേണ്ടി വരും അച്ഛാ. ഇത് കൊള്ളിക്കട ഇല്ലാണ്ടേ ഞങ്ങൾ മുമ്പ് കുത്തിയ കഴിഞ്ഞ പ്രാവശ്യം കുത്തിയ കൊള്ളി അത്ര മെച്ചമായി കിട്ടിയില്ല ഞങ്ങൾക്ക്. അപ്പം ഞങ്ങൾ ഇത് വഴിക്ക് പോകുമ്പോൾ ഞങ്ങൾ വേറൊരു വീട്ടിൽ കയറി ചോദിക്കുക 2 കട കൊള്ളി തരൂ ഞങ്ങൾക്ക് കുത്താനാണ് പറഞ്ഞപ്പോൾ അത് ഒരു അമ്മാമ്മ ഉണ്ടായിരുന്നു. മക്കളെ അതിൽ നിന്ന് പറക്കി കൊണ്ടുപോകോളാൻ പറഞ്ഞു. അതിൽ നിന്ന് പറക്കി കൊണ്ടുവന്ന കൊള്ളി നട്ടതാണ്. എടാ നോക്കിയേ ഇവിടെ നിന്ന് വന്നു. ഇതച്ചെന്നേ ഇവിടെ ഇങ്ങനെ തന്നെ എനിക്ക് നോട്ടെ. അയ്യോ അപ്പം പൊട്ടിയാ? പൊട്ടിയല്ലേ പിന്നെ മുന്നിൽ നമ്മുടെ ഇനി ഒരു കടയും കൂടി ഉണ്ട് നമുക്ക് പിടിക്കാണ്ട്. നോക്കി കൊള്ളിയൊക്കെ വളഞ്ഞും തിരിഞ്ഞും പോരിക്കാം. അപ്പോൾ വളഞ്ഞും തിരിഞ്ഞും പോയാൽ നമുക്കൊന്ന് മനസ്സിലാവും. മണ്ണളക്കം നല്ല രീതിയിലുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഇത് കപ്പുകളുണ്ടാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇങ്ങനെയുള്ള കുത്തിയിരുന്നത്. ഈ സൈഡിൽ കപ്പി നിർത്തുന്നു നല്ലതിലൊന്നും ഇവിടത്തെയും വന്നു. ഇവിടത്തെയും ചെറുതായി. അതിൽ നിന്ന് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പ നടുമ്പോൾ പരമാവധി ലെങ്ത്ത് എടുത്ത് നടാം. അത്യാവശ്യം ലെങ്ത്ത് ഉണ്ടായിക്കോട്ടെ. അത് തന്നെയാണ്. അതാണ് ഇപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളൂ. ഇവിടെ നല്ല നിലത്ത് വാരം കോരി നട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ കപ്പ പറിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് കൊള്ളി എന്ന് വെച്ചാലേ നമുക്ക് കൊള്ളി ഉപ്പേരി മാത്രമല്ല അല്ലെങ്കിൽ കറി മാത്രമല്ല, ഇതുകൊണ്ട് അരിഞ്ഞ് ഉണക്കി നമുക്ക് പുട്ടുണ്ടാക്കണമെങ്കിൽ ഏറ്റവും ബെറ്ററാണ്. വേറെ ഒന്നും വേണ്ട, തനിയെ പുട്ട് കഴിക്കാവുന്ന ദിവസമുള്ളൂ. കഴിച്ച ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റും ഇളം മധുരമായിരിക്കും. നല്ല സൂപ്പറാണ്. അത് അല്ലാണ്ട് തന്നെ ലൈറ്റായിട്ട് ഒരു ചെറുതായിട്ടൊന്ന് വെള്ളം തിളപ്പിച്ചിട്ട് അതിലിട്ട് തിളപ്പിച്ച് കഴിഞ്ഞ ശേഷം വാട്ടിയെടുത്തിട്ട് നൈസായിട്ട് അരിഞ്ഞും കാഞ്ഞ് ഉണക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വർഷക്കാലമൊക്കെ വരുമ്പോൾ എടുത്ത് കാഞ്ഞ് അതിൻ്റെ ഉള്ളിൽ ശർക്കര ഇട്ട് വിളയിച്ചിട്ട് കഴിക്കണമെങ്കിൽ നാളിലിട്ട് വിളയിച്ച് കഴിക്കണമെങ്കിൽ കഴിക്കാം. അതിന് വാട്ടക്കൊള്ളി എന്ന് പറയും. ഇതൊക്കെ നമുക്ക് പണ്ട് കടകളിൽ കിട്ടിയിരുന്നതാണ്. വാട്ടക്കൊള്ളി ഉണക്കക്കൊള്ളിക്ക് എന്ന് പറഞ്ഞ് അതേമാതിരിയൊക്കെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ കൊള്ളിയിൽ ചിലപ്പോൾ അറിയുന്ന ആൾക്കെല്ലാം ഇതറിയാൻ പറ്റുള്ളൂ. അല്ലാത്തവർക്ക് ചിലപ്പോൾ ഈ കൊള്ളി കറി മാത്രമേ അറിയുള്ളൂ. പറ്റിങ് എന്തായാലും ഇതിൽ കിടാങ്ങൾക്ക് എന്തായാലും ഒരു പുട്ടുണ്ടാക്കി കൊടുക്കണം. ഓ മോനതേ ഇങ്ങോട്ട് നോക്കിയേ. എവിടേക്ക് പോയിക്കൊണ്ടിരിക്കുക ഇതുണ്ടോ? പിന്നെ അങ്ങനെ ഇത് ഒരു ലെയറല്ല 2 ലെയറായിട്ടൊക്കെ വരുന്നത്. അത് കാരണം
ഇത് 5 ഉണ്ടാവുണ്ട് ഇതൊരു 5-6 കിലോ ഉണ്ടാവും. ഇത് 2.5 കിലോ 2 കിലോ ഉണ്ടാവും. പക്ഷെ നമുക്കൊരു ഗ്ലാസ് മേടിക്കണം മോനെ. എന്തായാലും കഴിഞ്ഞ പ്രാവശ്യം അച്ഛൻ കാച്ചിൽ പറിച്ചപ്പോൾ ഇതേമാതിരി തൂക്കം നോക്കാൻ പറ്റാണ്ട് അച്ഛൻ ഇതായി കറക്റ്റ് പറയാൻ പറ്റാണ്ട് ഇതുണ്ട് നോക്കി നല്ല കൊള്ളികളല്ല. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ചെയ്യിടാം. കാരണം ചെയ്യാൻ പറ്റുന്നവർ എന്തായാലും ഒരെണ്ണം ചെയ്തു. എന്തായാലും ഗ്രോ ബാഗിൽ നട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ആവില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതിൻ്റെ വലിയ മണ്ണിൽ തന്നെ ആയിരിക്കും നല്ലത് കേട്ടോ. കാരണം ഇത്ര വലിപ്പം ഗ്രോ ബാഗിൽ വെച്ചാവോ എന്ന് എനിക്ക് സംശയമുണ്ട്. ചിലപ്പോൾ ചെയ്ത് എടുത്തിട്ടുണ്ടാവും അറിയാൻ പറ്റില്ല. അതല്ലേ ആ വളഞ്ഞു പോയ കൊള്ളി. ഇത് ഓക്കെ ഈ ഷേപ്പ് വന്നടാ ഇവിടെ നിന്ന് ഇത്ര ഇങ്ങനെ വന്നിട്ടുള്ളത് നമ്മുടെ മണ്ണിളക്കം നോക്കിയിട്ടാണ് ഈ കൊള്ളികൾ ഇങ്ങനെ പോയിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ല ലൂസ് മണ്ണാണെങ്കിൽ ചിലപ്പോൾ സ്ട്രൈറ്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഈ കൊള്ളി തന്നെ ഈ രൂപത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇതിനേക്കാളും ഡബിളായിട്ട് നമുക്ക് ഇതിൻ്റെ ഇത് തോന്നിച്ചേനെ. പക്ഷേ അതിന്മേൽ കുറച്ചൊരു പോരായ്മയുണ്ട്. മണ്ണ് കുറച്ച് കുറവായിരുന്നു. അതാ ഒരു കടയും കളയാനില്ല നമുക്കറിയാം. 5 കടയുണ്ട് എടാ. ഒരു കടയും നമുക്ക് കളയാനില്ല എടാ. ഇനി നമുക്കിത് വെറുതെ കഴിച്ചാൽ ഇതായില്ല വരില്ല. ഇനി കനിപ്പുണ്ടോ നല്ലതാണോ എന്ന് നോട്ടെ. ഒന്ന് കൈയ്യിട്ടൊരു കഷ്ണം ഞാൻ എടുക്കട്ടെ കേട്ടോ നോട്ടെ. അപ്പോൾ ഞാൻ ഒരു കഷ്ണം കിഴങ്ങ് എനിക്ക് ക്ലിയറാക്കി കൊണ്ടുവന്നത്. അപ്പോൾ ടേസ്റ്റ് തന്നെ ഞാൻ നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. കനിപ്പുണ്ടോ എങ്ങനെയാണെന്ന് നോക്കട്ടെ കേട്ടോ. എങ്ങനെയാ നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു കുഴപ്പമില്ല. നല്ല മുറുക്കമുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. ധൈര്യസമേതം ഇതേമാതിരി നമുക്ക് ഇനി നമ്മളുടെ ഈ കാന്താരി മുളകും ഇത്തിരി എടുത്തിട്ട് അരച്ചാൽ മതി. ഇതൊന്ന് പുഴുങ്ങ. കാന്താരി മുളക് ചമ്മന്തി റെഡിയാക്കാം. ഇതിൽ നിന്ന് എടുക്കാം. നമ്മളെ കാന്താരി മുളക് കണ്ടോ ചമ്മന്തി ഉണ്ടാക്കാം. പുഴുങ്ങ. ഇന്നത്തെ ചായക്ക് ഇതുകൊണ്ട് പോവും. അപ്പം എല്ലാവരും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടാ. ഇത് കൊള്ളി ഇപ്പോൾ പറിച്ചെടുത്ത സ്ഥലമാണ് ഈ കാണുന്നത്. അപ്പോൾ കുറച്ച് തോട് കീറണമാതിരി കീറിങ്ങായിട്ട് അതിൻ്റെ തൂപ്പും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ എടുത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് മണ്ണിളക്കം വരും. വളമായിട്ട് കിട്ടും. നമുക്ക് അടുത്ത പ്രാവശ്യം ചെടികൾ നടാനായിട്ട് അത് വളമായിട്ട് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പം ഞാനേ ഇന്നലെ കൊള്ളി പറിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ കൊള്ളി പറിച്ചതിനെ നമ്മുടെ കുറച്ച് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് പിന്നെ 2 തരത്തിൽ ഞാൻ ഉണക്കി വെക്കുന്നുണ്ട്. അത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാമെന്ന് വെച്ചിട്ടുണ്ടാ. ഇത് നമ്മൾ വെറുതെ കൊള്ളി നമുക്ക് എങ്ങനെ അരിയാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് അരിഞ്ഞ് നമ്മുടെ സൗകര്യത്തിന് അരിഞ്ഞ് വെയിൽത്തിച്ച് നന്നായിട്ട് ഉണക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പൊടി കൊണ്ട് നമുക്ക് എന്തൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പുട്ടുണ്ടാക്കാൻ എല്ലാ സാധനത്തിനും കൊണ്ട് ഉണ്ടാക്കാൻ പറ്റണം. അപ്പം ഇങ്ങനെ ചെയ്തു വെച്ചാൽ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും നമ്മുടെ വീട്ടിൽ കൊള്ളി ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഇത് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനെടുത്ത് ഉപയോഗിക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ഈ ഇതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് വേവാൻ പാടില്ല. വെറുതെ ഒന്ന് തിളപ്പിച്ചും കാഞ്ഞിട്ട് അരിയുക. അപ്പോൾ കൊള്ളി വേവാണ്ട് കാണാം. എന്നിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് ഉണക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതും ഇതേമാതിരി തന്നെ നമുക്ക് ആവശ്യമുള്ള സമയത്ത് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇത് ചെയ്യുന്നതിൽ നമുക്ക് വാട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നതിനേക്കാളും ഒരു കുറച്ച് നേരം മുമ്പ് എടുത്തുങ്ങാനും വെള്ളത്തിലിട്ടതിന് ശേഷം നമ്മൾ ശർക്കരയും നാളികേരിട്ട് വിളയിച്ച് കഴിക്കണമെങ്കിൽ അങ്ങനെ കഴിക്കാം. അല്ല കറി വെച്ച് കഴിക്കണമെങ്കിൽ അങ്ങനെ കഴിക്കാം. ഇതൊക്കെ പണ്ട് ചെയ്തിരുന്ന കാര്യങ്ങളാണ്. ഇന്നത് ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അറിയുന്നവർക്ക് അറിയാൻ പറ്റും. അറിയാത്തവർ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ കൊള്ളിയൊക്കെ പറിക്കുന്ന സമയത്ത് കുറച്ച് കൂടുതലുണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗപ്പെടും. അതാണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. സുഹൃത്തുക്കളെ, ഞാൻ കൊള്ളി പറിച്ചതൊക്കെ കാണിച്ചിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. കൊള്ളിയിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അന്ന് പറിച്ച കൊള്ളിയാണ്ട ഇതേമാതിരി ഞാൻ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നന്നായിട്ട് എടുത്ത് ഞാനിപ്പോൾ ചെറുതായി കഷ്ണങ്ങളാക്കി നമ്മൾ നല്ല വെയിലത്ത് വെച്ച് ഞാൻ ഉണക്കി വെച്ചിട്ടുള്ളതാണ്. ഇതിൻ്റെ ഇപ്പോൾ സൗണ്ട് തന്നെ കേട്ടാ. അതേമാതിരി നന്നായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കി എടുക്കുക. അപ്പോൾ നമുക്ക് ഒരുപാട് നാൾ നമുക്ക് നമ്മുടെ വീട്ടിൽ വെച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി നമുക്ക് ഓരോ പുട്ടോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ഇപ്പം ഇന്ന് ഞാൻ പുട്ടിടാനായിട്ട് ശകലം ഇതിന് എടുത്തും കാഞ്ഞിട്ട് മിക്സിയിലിട്ട് പൊടിച്ച് നമ്മുടെ സാധാരണ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന മിക്സിയിലിട്ട് പൊടിച്ച് എടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്കിത് പുട്ട് ചുടണം. അപ്പോൾ അതാണ്.
അപ്പോൾ ഇത് നമ്മൾ വെറുതെ അരിഞ്ഞാണ്. ഇത് നമ്മൾ പണ്ട് നമ്മുടെ കടകളിൽ നിന്നൊക്കെ കിട്ടുന്നത് വലിയ കഷ്ണങ്ങളായിട്ടൊക്കെ കിട്ടാറ്. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഒരുപാട് നേരം നമ്മൾ വെയിലത്തും കാര്യങ്ങളൊക്കെ ദിവസങ്ങൾ വെക്കേണ്ടി വരും. നല്ല വെയിലുള്ളപ്പോൾ മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ വീട്ടിലേക്ക് നമുക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ ഇങ്ങനെ ചെറുതായിട്ട് നിർത്തി വെച്ചിട്ടുള്ളത് കേട്ടോ. അതേപോലെ തന്നെയാണ് ഈ കൊള്ളിയാണ്. ഈ കൊള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചെറുതായിട്ട് ചൂടുവെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞിട്ട് പുഴുങ്ങിയെടുക്കണം. ഇതിന് വാട്ടക്കൊള്ളി എന്നാണ് പറയുക. നമ്മുടെ മുമ്പത്തെ കാലത്തൊക്കെ വാട്ടക്കൊള്ളി എന്നാണ് പറയുക. അടാ ഇത് നമ്മൾ ഇതേ സുഖമായിട്ട് നമുക്കിത് പച്ചയിലും കഴിക്കുമ്പോൾ പച്ചക്കൊള്ളി കഴിക്കണ മാതിരി ഇത് പച്ചയിലും കഴിക്കാം. അപ്പോൾ നമുക്ക് ഇനി ഇത് ഈ വാട്ടക്കൊള്ളിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി റെഡി ആക്കിയതിന് ശേഷം പുഴുങ്ങിയതിന് ശേഷം നാളികേരോ അല്ലെന്നുണ്ടെങ്കിൽ നാളികേരം ശർക്കരയും ഇട്ട് വിളയിച്ചും കാഞ്ഞിട്ട് ഇതിൻ്റെ കൂടി മിക്സ് ചെയ്തതിന് ശേഷം അങ്ങനെയും കഴിക്കാം. അല്ലെങ്കിൽ നമുക്ക് കറി ആക്കി കഴിക്കാൻ, തോരനായിട്ട് കഴിക്കാൻ, അങ്ങനെയും കഴിക്കാം. അത് 2 കൊള്ളിയും കഴിക്കട്ടെ, ഇതും ചെയ്യാം അങ്ങനെയും ചെയ്യാം. അപ്പം നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞ് ഇങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പം ഞാനിപ്പോൾ ചെയ്യുന്നത് ഇതിൽ നിന്ന് പുട്ടുണ്ടാക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മൾ കൊള്ളിപ്പുട്ട്, അതായത് കപ്പപ്പുട്ട് റെഡി ആയിട്ടുണ്ട്. നമ്മളെടുത്ത പൊടിയിൽ നിന്ന് ശരിക്കും 3 പുട്ട് ചുടാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് പുട്ടൊഴിച്ച് നിങ്ങൾക്ക് ഏതാ ഇഷ്ടത്തിന് അതേമാതിരി ഞാൻ പറഞ്ഞില്ലേ, കറിയോ അല്ലെങ്കിൽ പുട്ടോ ഉപ്മാവോ അങ്ങനെ എന്ത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ കപ്പയൊക്കെ കൃഷി ചെയ്യുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചെയ്യുമ്പോൾ ഇതേമാതിരി കുറച്ച് കൂടുതൽ കിട്ടുകയാണെങ്കിൽ ചെയ്ത് ചെറുതായിട്ട് നമ്മുടെ വീട്ടിൽ പോകുമ്പോൾ നമ്മൾ ചെറുതായിട്ട് ഉപയോഗിക്കുന്നത് കഷ്ണങ്ങളാക്കി നമ്മൾ നുറുക്കി ഉണക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഉണങ്ങാനും അസൗകര്യം, നമുക്ക് പൊടിക്കാനും മിക്സിയിലിട്ട് പൊടിക്കുമ്പോഴും സൗകര്യം അതാണ്. അതിൻ്റെ പേരിൽ അങ്ങനെയൊക്കെ ചെയ്തേക്കുക. നന്നായിട്ട് ഉണങ്ങിക്കോട്ടെ കേട്ടോ. ഏറ്റവും നന്നായിട്ട് ഉണങ്ങുന്നത് അത്ര നല്ലതാണ്. അപ്പോൾ അതാണ് ഇത് നമ്മുടെ പുട്ട് റെഡി ആയിട്ട്. അപ്പോൾ നമ്മളിത് കഴിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇത് വർഷക്കാലമൊക്കെ ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ എടുത്ത് കഴിക്കാൻ നല്ല സൗകര്യം, നല്ല ഇതാണല്ലോ. ഇതൊക്കെ പണ്ട് കഴിച്ചിരുന്നതാണ്. ഒരുപാട് ആൾക്കാർ കഴിച്ചിട്ടുണ്ടാവും. എന്നാലും കഴിക്കാതെ ഇതിനെക്കുറിച്ച് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഇത്ര നല്ല നല്ല സാധനങ്ങളൊക്കെ നമുക്ക് വീട്ടിലുണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ ഇത് കപ്പപ്പുട്ട് ഇനി നമുക്ക് കഴിക്കാം. ഇതേമാതിരിയൊക്കെ ഒന്ന് കൃഷി ചെയ്യാം. എല്ലാവർക്കും നല്ല രീതിയിൽ വിളവെടുപ്പ് ഉണ്ടാവട്ടെ എന്ന് പറയണം കേട്ടോ.